നമസ്കാരം. രാഷ്ട്രീയത്തിൽ ചിലർക്ക് ഓർമ്മക്കുറവുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സ്വന്തം പാർട്ടി പത്രത്തിൽ അച്ചടിച്ചു വന്ന പ്രധാന വാർത്തകൾ പോലും മറന്നുപോയി നിയമസഭയിൽ വന്ന് ആത്മവിശ്വാസത്തോടെ ഭരണപക്ഷത്തിന് നേർക്ക് വിരൽ ചൂണ്ടുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM-ഉം ഉയർത്തുന്ന വിവാദങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. എന്ത് തെറ്റാണ് ഈ സർക്കാർ ചെയ്തതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുമായി വന്നവർ ഇനി തലയിൽ മുണ്ടിട്ട് പോയാൽ മതിയെന്നാണ് കടുത്ത ഭാഷയിൽ തുറന്നടിച്ചത്. അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് കൈമാറാനുള്ള നീക്കത്തിൽ UDF സർക്കാർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. നിലവിൽ വിഴിഞ്ഞത്ത് യാതൊരുവിധ ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൽ തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കരാർ പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ 1% ഓഹരി പോലും കൈമാറാൻ പാടില്ലെന്ന് വ്യക്തമായ വ്യവസ്ഥയുണ്ട്. 25%-ലധികം ഓഹരികൾ കൈമാറുന്നതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നാണ് വ്യവസ്ഥ. കമ്പനി ഇതിനായി ഔദ്യോഗികമായി കത്ത് നൽകിയാൽ മാത്രമേ സർക്കാർ അത് പരിശോധിക്കുകയുള്ളൂ. അതുവരെ യാതൊരുവിധ നടപടിയും ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. വിഴിഞ്ഞത്ത് ഓഹരി കൈമാറ്റം കഴിഞ്ഞുവെന്ന് 60%-ഓളം മാധ്യമങ്ങളാണ് തെറ്റായി റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ യഥാർത്ഥത്തിൽ അദാനി പോർട്ടും MSCയും തമ്മിലുള്ള ചർച്ചകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കഴിഞ്ഞ 1 വർഷമായി നടന്നു വരികയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതിനൊരു ഒന്നാന്തരം തെളിവ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. 2026 ജൂൺ 5-ന് CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ ഈ ചർച്ചകളെക്കുറിച്ച് കൃത്യമായി വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ വിഴിഞ്ഞം MD ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ ഈ നീക്കങ്ങളെല്ലാം പുറത്തു വന്നതാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ജൂൺ 30-നാണ് പുറത്തു വന്നതെന്നാണ് പിണറായി വിജയൻ നിയമസഭയിൽ വാദിച്ചത്. എന്നാൽ ജൂൺ 5-ലെ സ്വന്തം പാർട്ടി പത്രം എടുത്തു നോക്കിയാൽ 49% വരെയുള്ള ഓഹരികൾ MSC കമ്പനി ലക്ഷ്യമിടുന്ന കാര്യം ദേശാഭിമാനി കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. മുൻപ് LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. MSCയുടെ ഈ വരവ് LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വലിയൊരു വിജയമാണെന്നും ഇതൊരു വലിയ LDF നേട്ടമാണെന്നും അവകാശപ്പെട്ടുകൊണ്ട് ദേശാഭിമാനിയുടെ 1-ാം പേജിൽ തന്നെയാണ് അന്ന് വാർത്തകൾ ആഘോഷിച്ചത്. എന്നാൽ ഇതിനെതിരെ തോമസ് ഐസക് അടക്കമുള്ള CPM നേതാക്കൾ അന്ന് രംഗത്തെത്തുകയും ചെയ്തിരുന്നല്ലോ. ചുരുക്കത്തിൽ കഴിഞ്ഞ LDF സർക്കാരിന് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഇന്ന് പിണറായി വിജയൻ നിയമസഭയിൽ വന്ന് ഇതിനെതിരെ രംഗത്ത് വരുന്നത് എന്തുമാത്രം വലിയ ഇരട്ടത്താപ്പാണ്. തുറമുഖത്ത് ഓഹരി കൈമാറ്റം നടന്നാൽ അവിടെ വലിയൊരു കുത്തക ഉണ്ടാകുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വ്യാജമായ ആശങ്കയും മുഖ്യമന്ത്രി VD സതീശൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. വിഴിഞ്ഞം കരാർ ഒരു തവണ പോലും വായിച്ചു നോക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ വന്ന് സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. കാരണം കരാർ പ്രകാരം അവിടെ കോമൺ യൂസർ ഫെസിലിറ്റി കൃത്യമായി ഉറപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെയും കുത്തക വിഴിഞ്ഞം തുറമുഖത്ത് അനുവദിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല. കരാറിൽ അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, കമ്പനികൾ തമ്മിൽ ചർച്ച നടത്തിയാലും ഓഹരി കൈമാറ്റത്തിന് അന്തിമ അനുമതി നൽകുന്നതിന് മുൻപ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും സുരക്ഷാ ക്ലിയറൻസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അതീവ പ്രാധാന്യമുള്ള തന്ത്രപ്രധാനമായ വിഷയമാണ്. കമ്പനി ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങുന്നതിന് മുൻപ് സെബിക്ക് കത്തയച്ചിരുന്നു. ഇതിലെ അതൃപ്തി സർക്കാർ കൃത്യമായി കമ്പനിയെ അറിയിച്ചതിനെ തുടർന്ന് അവർ ഇപ്പോൾ മുൻകൂർ അനുമതിക്കായുള്ള കത്ത് സർക്കാരിന് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ എല്ലാവിധ താല്പര്യങ്ങളും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള എംപവേർഡ് കമ്മിറ്റി ഇപ്പോൾ വിഷയം വിശദമായി പഠിച്ചു വരികയാണ്. ചുരുക്കത്തിൽ ചീഫ് സെക്രട്ടറിയുടെ സമിതി നൽകുന്ന റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ ക്ലിയറൻസും ലഭിച്ച ശേഷം മാത്രമേ സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം ഓഹരി വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവിക്ക് ഈ നീക്കം ഗുണകരമാണോ ദോഷമാണോ എന്ന് എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ ഗവൺമെന്റ് മുന്നോട്ട് പോകൂ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അന്ന് സ്വന്തം പാർട്ടി പത്രത്തിൽ നേട്ടമെന്ന് എഴുതി വെച്ചിട്ട് ഇന്ന് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി മാത്രം വിഴിഞ്ഞത്തിനെതിരെ കുപ്രചാരണം നടത്തുന്ന CPM ശൈലിക്ക് ജനങ്ങൾ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖത്തെ യാതൊരുവിധ കുത്തകകൾക്കും വിട്ടുകൊടുക്കാതെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് VD സതീശൻ സർക്കാർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്.